വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ SCERT ചാപ്റ്റേഴ്സുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട SCERT പാഠഭാഗങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സയൻസ് ആണ്. 8ാം ക്ലാസ്സിലെ സയൻസിലെ 3ാമത്തെ ചാപ്റ്ററാണ്. ആദ്യത്തെ 2 ചാപ്റ്ററും ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് കേട്ടോ. കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം. അപ്പോൾ 3ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? വീണ്ടെടുക്കാം വിളനിലങ്ങൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് കേട്ടോ. വീണ്ടെടുക്കാം വിളനിലങ്ങൾ. ഇതിൽ കൂടുതലായിട്ട് വരുന്നത് നമുക്കറിയാം ക്യൂണി കൾച്ചർ, മഷ്റൂം കൾച്ചർ, എപ്പി കൾച്ചർ എന്ന് പറയുന്ന പല കൾച്ചേഴ്സും ഓരോ PSCയിലും ഒരെണ്ണെങ്കിലും ചോദിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഈ പാഠഭാഗത്തു നിന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു പിക്ചർ നൽകിയിട്ടുണ്ടല്ലോ അല്ലേ. ഭക്ഷ്യ ദൗർലഭ്യം എന്ന് പറഞ്ഞിട്ട് പല പിള്ളേർക്കും എന്താണ് പട്ടിണി അനുഭവിക്കുന്ന കുറച്ച് ചിത്രം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് കുറച്ച് പാഠങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം ഭക്ഷ്യസുരക്ഷാ ബില്ല് നമ്മൾക്ക് ലോകസഭ പാസ്സാക്കിയിട്ടുണ്ട് അല്ലേ. ഭക്ഷ്യസുരക്ഷാ ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. എന്നാണ് ഭക്ഷ്യസുരക്ഷാ ബില്ല് പാസ്സാക്കുന്നത്? 2013 ഭക്ഷ്യസുരക്ഷാ ബില്ല് നിലവിൽ വന്നത്. 2013 പഠിച്ചിരിക്കാട്ടോ. 2013 ഭക്ഷ്യസുരക്ഷാ ബില്ല് നിയമം പാസ്സാക്കിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിന് വേണ്ട ഭക്ഷണം ആവശ്യാനുസരണം ലഭ്യമാകുന്ന സാഹചര്യങ്ങളെയാണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഭക്ഷ്യസുരക്ഷ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഭക്ഷണം വേണം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ആവശ്യാനുസരണം ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ന് പറയാം ഭക്ഷ്യസുരക്ഷ എന്ന് പറയാം. എല്ലാവർക്കും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിന് വേണ്ട ഭക്ഷണം ആവശ്യാനുസരണം ലഭ്യമാകുന്ന സാഹചര്യത്തെയാണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. ദാരിദ്ര്യഭീതിയോ പോഷകക്കുറവ് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ലാത്ത ഒരു സമൂഹ സൃഷ്ടിക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. ദാരിദ്ര്യഭീതിയോ അതുപോലെ തന്നെ ദാരിദ്ര്യം അല്ലെങ്കിൽ പോഷകക്കുറവുണ്ടാകുന്ന കുറേ രോഗങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത നമുക്കൊരു നല്ലൊരു ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമായ കാര്യമാണ്. അപ്പോൾ അതിനാണ് ഈ ഭക്ഷ്യസുരക്ഷാ ബില്ല് പാസ്സാക്കിയിട്ടുള്ളത്. ദാരിദ്ര്യഭീതിയോ പോഷകക്കുറവ് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ലാത്ത ഒരു സമൂഹ സൃഷ്ടിക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. ഓക്കെ, നമ്മുടെ മുഖ്യാഹാരം ഏതാണ്? നമ്മുടെ ഭക്ഷ്യധാന്യം അല്ലെങ്കിൽ നമ്മുടെ മുഖ്യ ഭക്ഷ്യവസ്തു അല്ലേ. ഏതാണ്? അരി എന്നല്ലേ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഭക്ഷ്യവിള ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? നെല്ലാണ് അല്ലേ. അപ്പോൾ നമ്മുടെ മുഖ്യ ആഹാരം ഏതാണ്? അരിയാണ്. അപ്പോൾ നെല്ലുൽപാദനവുമായി ബന്ധപ്പെട്ടിട്ട് നോക്കിയ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ. ഇതിൽ 1971 മുതൽ 2011 വരെയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലേ. നോക്കിയ കൃഷിയിടത്തിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് എന്താണ്? ലക്ഷം. ഇപ്പോൾ 8 ആയിരുന്നപ്പോൾ എത്രയും ഉൽപ്പാദനം എന്ന് പറയുന്നത് കൂടാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ 2011 ആയപ്പോൾ എന്ത് സംഭവിച്ചു? 2ൽ നിന്നും എന്താണ് ചെയ്തത്? 2 ആയിരുന്നു അല്ലേ. 2 എന്ന് പറയുന്നത് അതായത് നമ്മളുടെ വിസ്തൃതി കുറഞ്ഞു വന്നു അല്ലേ. കൃഷിയിടത്തിൻ്റെ വിസ്തൃതി കുറഞ്ഞു വന്നു. അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നതിനുള്ള സ്ഥലം കുറഞ്ഞു വന്നു. അതുപോലെ തന്നെ ഉൽപ്പാദനം അതുപോലെ തന്നെ ചെറിയൊരു കൂടുതലാണല്ലേ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ എന്താണ് ജനസംഖ്യ കൂടിയിട്ടുണ്ട്. എന്നാൽ ആൾക്കാരുടെ എണ്ണം കൂടി. അതുപോലെ തന്നെ എന്താണ് കൃഷി ചെയ്യുന്നതിനുള്ള ഭൂമി കുറഞ്ഞു. അതുപോലെ തന്നെ കൃഷിയും കുറയാണ് അല്ലേ. നമുക്ക് പണ്ടത്തെമായിട്ട് അതായത് 1971 മുതൽ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2011 എത്തിയപ്പോൾ എല്ലാം കുറയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. പക്ഷെ നമ്മുടെ മുഖ്യ ഭക്ഷണം എന്താണ്? അരിയാണ് അല്ലേ. പക്ഷെ നമ്മളുടെ ഭക്ഷണം എന്ത് ചെയ്യുന്നില്ല? കൃഷി അധികം ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് മനസ്സിലാക്കുന്നതായിട്ട് പറ്റിയത് അല്ലേ. നെല്ലുൽപാദനം സംബന്ധിച്ച വസ്തുതകൾ മാത്രമാണ് നമ്മളിപ്പോൾ പരിശോധിച്ചിട്ടുള്ളത് അല്ലേ. ഇത് നമുക്ക് നെല്ലിനെ കുറിച്ച് മാത്രമാണ് ഈ പിക്ചറിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിലും ഇതുപോലെ തന്നെ സ്ഥിതിയാണ്. പഴമാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും മുട്ടയാണെങ്കിലും പാലാണെങ്കിലും ഒക്കെ എന്താണ് കുറഞ്ഞു വന്നിരിക്കുകയാണ് അല്ലേ. കൃഷിയാണെന്നുണ്ടെങ്കിലും അത് ഉൽപ്പാദിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിലും കുറഞ്ഞു വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കൃഷിയിടങ്ങൾ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്നത് ഒരു വെല്ലുവിളിയാണ്. നമുക്കറിയാമല്ലേ. നമ്മൾ ഇതിൽ നിന്ന് പിക്ചറിൽ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലായി എന്താണ് കൃഷിയിടങ്ങൾ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ കൃഷി നിലങ്ങളൊക്കെ എന്ത് ചെയ്യണം? വീണ്ടെടുക്കണം അല്ലേ. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? നമ്മളെ നഷ്ടപ്പെട്ടിരിക്കുന്ന വിളനിലങ്ങളുടെ വിളവെടുപ്പൊക്കെ നമുക്ക് പ്രാധാന്യമാണ്. അപ്പോൾ ഭക്ഷ്യവിഭവങ്ങളുടെ നമുക്ക് വേറൊരു രാജ്യത്തിൽ നിന്നും അല്ലെങ്കിൽ വേറെ സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്ഷ്യധാന്യങ്ങളെ ആശ്രയിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ കൃഷിഭൂമിയുടെ ഒക്കെ എന്ത് ചെയ്യണം? ഭൂമികളൊക്കെ കൂട്ടണം അല്ലേ. നമ്മളിപ്പോൾ കൃഷിഭൂമി കുറഞ്ഞു വരികയാണ്. അതിനനുസരിച്ച് കൃഷിയും കുറഞ്ഞു വരികയാണ്. നേരെ മറിച്ച് ആവാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ?
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ ജീവിക്കാനായിട്ട് പറ്റുള്ളൂ എന്നാണ് ഈ ടേബിളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ ഇന്ന് നമ്മൾ കൃഷി കുറഞ്ഞു എന്ന് പറഞ്ഞു അല്ലേ. ഇന്നത്തെ കാർഷിക മേഖലയുടെ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് എന്താണ്? കൃഷി ഉപജീവന മാർഗമാക്കിയിട്ടുള്ള ആൾക്കാർ ഇപ്പോഴുണ്ട് അല്ലേ. ചെറിയ ചെറിയ ആൾക്കാരാണുള്ളത്. അവരെന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരിക്കാം അനുഭവിക്കുന്നതാണ് പറഞ്ഞു വരുന്നത്. നമുക്ക് നോക്കാം. എന്താണ് വിലനഷ്ടം, ഉൽപാദന ചെലവ്, വിളനഷ്ടം, അതുപോലെ തന്നെ എന്താണ് വിളനഷ്ടം, സ്ഥലപരിമിതി, നമ്മൾ പറഞ്ഞു അല്ലേ, സ്ഥലം കുറവാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പരിസ്ഥിതി നാശം, ആരോഗ്യ പ്രശ്നങ്ങൾ, പിന്നെ എന്താണ് കാലാവസ്ഥാ മാറ്റം. നമുക്കറിയാം അല്ലേ, ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന കറക്റ്റ് ടൈമിലല്ല അല്ലേ ഓരോ കാലാവസ്ഥയും. അപ്പോൾ ഈ കാലാവസ്ഥാ മാറ്റം, അതുപോലെ തന്നെ ഇടനിലക്കാരുടെ ചൂഷണം എന്നിവയൊക്കെ എന്താണ് ഇപ്പോഴത്തെ കൃഷിക്കാരെ അനുഭവിക്കുന്ന ഇതാണല്ലേ പ്രതിസന്ധികളാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞത്? കാലാവസ്ഥാ മാറ്റം, വിലനഷ്ടം അല്ലേ, വില അധികം ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ എന്താണ് വിളനഷ്ടം, വിള പെട്ടെന്ന് എന്താണ് ഓരോന്നും ബാധിച്ചിട്ട് എന്താണ് വിളകൾക്കൊക്കെ എന്താണ് സംഭവിക്കുന്നുണ്ട്, നഷ്ടം സംഭവിക്കുന്നുണ്ട്. അതുപോലെ കാലാവസ്ഥ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് പല പരിസ്ഥിതി പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് അല്ലേ. കൃഷിയോടുള്ള സമീപനം കൂടുതൽ ശാസ്ത്രീയമായാൽ പല പ്രശ്നങ്ങളും മറികടക്കുവാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എന്താണ് ഇതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. നമുക്കറിയാം, സസ്യങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് വിവിധങ്ങളായ 20ഓളം മൂലകങ്ങൾ ആവശ്യമാണ്. ഇവയാണ് അവശ്യ മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവശ്യ മൂലകങ്ങൾ എത്രയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് അവശ്യ മൂലകങ്ങൾ എന്ന് പറയുന്നത്? 20ഓളം മൂലകങ്ങളാണ്. സസ്യങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് 20ഓളം മൂലകങ്ങളാണ് പ്രധാനമായിട്ടും ആവശ്യം. ഏതൊക്കെ മൂലകങ്ങൾ അവശ്യ മൂലകങ്ങൾ പ്രധാനമായിട്ട് വരുന്നത്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ എന്നീ അവശ്യ മൂലകങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ് അല്ലേ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ. അപ്പോൾ സസ്യങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് വിവിധങ്ങളായ 20ഓളം മൂലകങ്ങൾ ആവശ്യമാണ്. ഇവയാണ് അവശ്യ മൂലകങ്ങൾ എന്ന് പറയുന്നത്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ എന്നിവയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ക്ലിയർ ആയല്ലോ. ഈ മൂലകങ്ങൾ മണ്ണിൽ സ്വാഭാവികമായി ലഭ്യമാകുന്നത് സൂക്ഷ്മജീവികൾ നടത്തുന്ന ജീർണന പ്രവർത്തനം വഴിയാണ്. അപ്പോൾ ഈ മൂലകങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ മണ്ണിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? സൂക്ഷ്മജീവികളെ സൂക്ഷ്മജീവികൾ വിഘടിക്കുമ്പോഴാണ് നമുക്കറിയാവുന്ന കാര്യമല്ലേ, ജീർണ പ്രവർത്തനം വഴിയാണ്. കൃഷിയിടങ്ങളിൽ പയർവർഗ്ഗ സസ്യങ്ങൾ വളർത്തുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? നമുക്കറിയാമല്ലേ, പയർവർഗ്ഗത്തിൽ എന്താണ്, പയർ ചെടിയിൽ എന്തുണ്ട്? ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. ഏതാണ് പയർ സസ്യത്തിലുള്ളത്? ഏതാണ്? റെയ്സോബിയം ആണല്ലേ. റെയ്സോബിയം എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. അപ്പോൾ ഈ റെയ്സോബിയം ഉള്ള കാരണം ഈ റെയ്സോബിയമാണ് നൈട്രജനെ പെട്ടെന്നായിട്ട് വിഘടിപ്പിക്കുന്നതിനായിട്ട് സഹായിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ പയറൊക്കെ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പയർ നമ്മൾ വേറെ വല്ല ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൈട്രജൻ കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്താണ് പയർവർഗ്ഗ സസ്യങ്ങൾ വളർത്തുന്നതിനുള്ള പ്രയോജനം നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ അഴുകാണെന്നുണ്ടെങ്കിൽ നൈട്രജൻ കിട്ടുമെന്ന് മനസ്സിലായി. ഇതുകൂടാതെ കൃത്യമായ വളപ്രയോഗം വഴിയും മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി വർദ്ധിപ്പിക്കാവുന്നതാണ്. മണ്ണിൻ്റെ pH മൂല്യവും സസ്യവളർച്ചയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ വളം നമുക്ക് ചെയ്യാമല്ലേ, ചാണകവളം അല്ലെങ്കിൽ മണ്ണിനെ കമ്പോസ്റ്റ് ചെയ്ത് വളമാണെന്നുണ്ടെങ്കിൽ ഇടാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ എന്ത് സംഭവിക്കുന്നത്, വളപ്രയോഗം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത കൂടുമെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ മണ്ണിൻ്റെ pH മൂല്യമൊക്കെ എന്താണ്, സസ്യവളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകമാണ്. മണ്ണിലടങ്ങിയ മൂലകങ്ങളുടെ അളവും pH മൂല്യവും മണ്ണ് പരിശോധനയിലൂടെ തിരിച്ചറിയാനാവും. മണ്ണ് പരിശോധനയിലൂടെയാണ് നമുക്ക് എന്തറിയാൻ പറ്റുള്ളൂ, pH മൂല്യം അതുപോലെ തന്നെ മണ്ണിലടങ്ങിയ മൂലകങ്ങളുടെ അളവും മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ബാക്ടീരിയകൾ, കുമിളുകൾ, ആൽഗകൾ, ചീതൽ, മണ്ണിര തുടങ്ങിയ ജീവിവർഗ്ഗങ്ങൾ മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി വർദ്ധിപ്പിക്കുവാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നത് ആരൊക്കെയാണ്? ബാക്ടീരിയ, കുമിളുകൾ, ആൽഗകൾ, ചീതൽ, മണ്ണിര തുടങ്ങിയവയൊക്കെ എന്താണ് ഇതിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? നമുക്കറിയാം 20ഓളം മൂലകങ്ങളാണ് ആവശ്യ മൂലകങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നത്. ഈ 20ഓളം മൂലകങ്ങൾ സസ്യ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതലായിട്ട് സഹായിക്കുന്ന മൂലകങ്ങളാണ്. അതായത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ എന്നിവയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്, ഈ മൂലകങ്ങളൊക്കെ മണ്ണിൽ ലഭ്യമാകുന്നതിനായിട്ട് ജീർണന പ്രവർത്തനം നടക്കണം. അതുപോലെ തന്നെ പയറുവർഗ്ഗത്തിലാണെന്നുണ്ടെങ്കിൽ റെയ്സോബിയം പോലെയുള്ള ബാക്ടീരിയാസ് ഉള്ള കാരണം എന്ത് സംഭവിക്കും, പെട്ടെന്ന് നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയല്ലേ അതെന്ന് പറയുന്നത്. അപ്പോൾ നൈട്രജൻ നമുക്ക് അതിൽ നിന്ന് ലഭിക്കും. അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ വളപ്രയോഗം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുവാനായിട്ട് പറ്റും. അതുപോലെ തന്നെ pH മൂല്യം നോക്കിയിട്ട് നമുക്ക് കൃഷി ചെയ്യാനും പറ്റും എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലായി. ഓക്കെ ആണല്ലോ.
മണ്ണിലെ മൂലകങ്ങളുടെ സ്വാഭാവിക ലഭ്യത ഉറപ്പുവരുത്തുന്നതിൽ സൂക്ഷ്മജീവികളുടെ പങ്ക് എന്താണെന്ന് നമ്മൾ പറഞ്ഞത്. വിജീകരണം വഴിയാണ് കൂടുതലായിട്ട് എന്ത് സംഭവിക്കുന്നത് മണ്ണിലെ മൂലകങ്ങളുടെ സ്വാഭാവിക ലഭ്യത ഉറപ്പുവരുത്തുന്നത് എന്താണ്? ഈ സൂക്ഷ്മജീവികൾ വിഘടിക്കുന്നത് മൂലമൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മണ്ണ് പരിശോധന നടത്തേണ്ട ആവശ്യമില്ല. നമുക്ക് pH മൂല്യമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എന്താണ് അവിടെ കുറവെന്ന് നോക്കിയിട്ട് നമുക്ക് വളപ്രയോഗം ചെയ്യുവാനായിട്ട് പറ്റും അല്ലേ. മികച്ച വിളവിന് വളപ്രയോഗം ആവശ്യമായി വരുന്നത് എന്താണ് ഫലഭൂയിഷ്ഠമല്ലാത്ത മണ്ണായ കാരണമാണ് അല്ലേ. അപ്പോൾ നമുക്ക് വളപ്രയോഗം ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠി വർദ്ധിപ്പിക്കുവാനായിട്ട് കർഷകർ പലതരത്തിലുള്ള വളങ്ങൾ ഉപയോഗിക്കാറുണ്ട്. രാസവളം, ജൈവവളം, പച്ചിലവളം എന്നിവയൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. രാസവളം, അതുപോലെ ജൈവവളം, പച്ചിലവളമൊക്കെ ഫലഭൂയിഷ്ഠി വർദ്ധിപ്പിക്കുവാനായിട്ട് കർഷകർ ഉപയോഗിക്കുന്നുണ്ട്. ഇനി വളം തരുന്ന ജീവാണുക്കൾ ഏതാണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠിത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മജീവികൾ അടങ്ങിയ പദാർത്ഥങ്ങളെയാണ് ജീവാണുവളങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ജീവാണുവളങ്ങൾ? മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠിത വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന സൂക്ഷ്മജീവികൾ അടങ്ങിയ പദാർത്ഥങ്ങളെയാണ് ജീവാണുവളങ്ങൾ എന്ന് പറയുന്നത്. ഈ വളങ്ങളിലൊക്കെ എന്തുണ്ട്? സൂക്ഷ്മജീവാണുക്കളുണ്ട്. ജീവാണുക്കളുടെ സാന്നിധ്യം മണ്ണിലെ സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളുടെ അളവ് കൂട്ടാനായിട്ട് സഹായിക്കുന്നു. ഈ ജീവാണുക്കളുള്ള കാരണം എന്ത് സംഭവിക്കും? മണ്ണിലെ സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളുടെ അളവ് കൂട്ടുവാനായിട്ട് സഹായിക്കുന്നു. മണ്ണിൽ നൈട്രജൻ്റെ അളവ് കൂട്ടുന്നതിനായിട്ട് റൈസോബിയം, അസറ്റോബാക്ടർ, അസോസ്പൈറലം തുടങ്ങിയ ബാക്ടീരിയകളെയും അസോൾ എന്ന ജലസസ്യത്തെയും ഉപയോഗിക്കാം. നമ്മൾ പറഞ്ഞില്ലേ പയർച്ചെടിയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന റൈസോബിയാണെന്ന് പറഞ്ഞു. ഇതൊക്കെ എന്താണ്? നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയ ആണ്. അതായത് നൈട്രജൻ കൂടുതലായിട്ട് അളവിൽ ലഭിക്കുന്ന ബാക്ടീരിയാസ് ആണ് അല്ലേ. അളവ് കൂട്ടുന്നതിനായിട്ട് നമുക്ക് ഈ റൈസോബിയം, അസറ്റോബാക്ടർ, അസോസ്പൈറലം തുടങ്ങിയ ബാക്ടീരിയകളെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ എന്താണ്? ജലസസ്യം ഏതാണ്? അസോൾ എന്ന് പറയുന്ന ജലസസ്യത്തെയും ഉപയോഗിക്കാം എന്ന് മനസ്സിലായി. ക്ലിയർ ആയല്ലോ? ഇനി നമുക്കിതിനെ എങ്ങനെ വളപ്രയോഗം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മണ്ണിലെ ജൈവവള ലഭ്യത ഉറപ്പുവരുത്തണം. മതിയായ ജലസേചനം ഉണ്ടാകണം. രാസവളവും കീടനാശിനികളും ഉപയോഗിക്കരുത്. ഈ മുൻകരുതലുകൾ പാലിച്ചാൽ മാത്രമേ സൂക്ഷ്മജീവികൾക്ക് മണ്ണിൽ നിലനിൽക്കുവാൻ കഴിയുള്ളൂ. അപ്പോൾ സൂക്ഷ്മജീവികൾ മണ്ണിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ രാസവളങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ചത്തുപോകാനല്ലേ ചെയ്യുക. ഈ സൂക്ഷ്മജീവികൾ കൊണ്ട് നമുക്ക് പല ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഈ കീടനാശിനികളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അശാസ്ത്രീയമായ വളപ്രയോഗം എന്തെല്ലാം പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക? വിള നശിക്കില്ലേ. വിള നശിക്കുന്നതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഇനി നോക്കിയേ, കീടങ്ങളെ നിയന്ത്രിക്കൽ എന്ന് പറഞ്ഞിട്ട് ഒരു നൽകിയിട്ടുണ്ട്. കർഷകർ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നങ്ങളാണ് കീടങ്ങളുടെ ആക്രമണം എന്ന് പറയുന്നത്. അതിനാണല്ലോ ഈ രാസവളങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കീടങ്ങളെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് മറികടക്കുവാൻ രാസകീടനാശിനികൾ ഉപയോഗിക്കുന്നത് സാധാരണമാണ്. കീടങ്ങളെ മുഴുവനായും കൊന്നൊടുക്കുക എന്നതാണ് രാസകീട നിയന്ത്രണത്തിന് രീതി. എന്നാൽ കീടങ്ങൾ അതിജീവന ശേഷി നേടുന്നതോടെ വീര്യം കൂടിയ കീടനാശിനികൾ കൂടുതൽ അളവിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. അതാണ് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ രാസവളം ഉപയോഗിച്ചിട്ട് എന്ത് സംഭവിക്കും? ഈ ജീവികളൊക്കെ നശിച്ചു എന്ന് വിചാരിക്കാം. എന്നാൽ കുറച്ച് ജീവികൾ സൂക്ഷ്മാണുക്കളൊക്കെ അവിടെ നശിക്കാതെ ഉണ്ടായിരിക്കാം. സൂക്ഷ്മാണുക്കളെല്ലാം ഈ ബാക്ടീരിയാസിലെ നമ്മൾ ഈ കീടങ്ങളൊക്കെ നശിക്കാതെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ കീടങ്ങൾക്ക് ഇനി ആ ഒരു രാസവളം പ്രയോഗിച്ചാൽ എന്ത് സംഭവിക്കില്ല? ഇനി അവർ ചത്തൊടുങ്ങില്ല. നമ്മൾ വീണ്ടും അതിനേക്കാളും ഡോസ് കൂടിയ അളവിൽ ഉപയോഗിക്കണം. അങ്ങനെ രാസവള പ്രയോഗം കൂടുമ്പോഴാണ് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ രാസവള കീടനാശിനികൾ അമിത പ്രയോഗം അതായത് ക്യാൻസർ രോഗങ്ങൾക്കൊക്കെ കാരണമാകുന്നുണ്ടെന്ന് നമ്മൾ ഈ അടുത്ത വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഏതാണ് ഇവിടെ പറയുന്നത്? ക്ലിയർ ആയല്ലോ? ഇനി കീടങ്ങളും പ്രകൃതിദത്ത ശത്രുക്കളും നോക്കാം. പ്രകൃതിദത്ത ശത്രുക്കൾ ആരാണെന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ചില കീടങ്ങൾ ക്രമാതീതമായി പെരുകുന്നത്? അവയെ ഇരയാക്കുന്ന ജീവികളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന കുറവ് ഇതിനൊരു പ്രധാന കാരണമാണ്. അതായത് കീടങ്ങളെ ഭക്ഷിക്കുന്ന പല ജീവികളും നമ്മുടെ ചുറ്റുപാടുണ്ട്. എന്നാൽ ഇവയ്ക്കൊക്കെ എന്താണ്? വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഈ കീടങ്ങളുടെ അളവ് കൂടും അല്ലേ. അതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവയെ ഇരയാക്കുന്ന ജീവികളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവ് ഇതിനൊരു പ്രധാന കാരണമാണ്. കീടങ്ങളെ ഭക്ഷണമാക്കുന്നവയെയും കീടങ്ങൾക്ക് രോഗം പരത്തുന്ന ജീവികളെയും കീടങ്ങളിൽ പരാതമായി ജീവിക്കുന്നവയെയും കീടങ്ങളുടെ പ്രകൃതിദത്ത ശത്രുക്കൾ എന്നാണ് വിളിക്കുന്നത്. എന്താണ് പറഞ്ഞത്? കീടങ്ങളെ ഭക്ഷണമാക്കുന്നവയെയും കീടങ്ങൾക്ക് രോഗം പരത്തുന്ന ജീവികളെയും കീടങ്ങളിൽ പരാതമായി ജീവിക്കുന്നവയെയും കീടങ്ങളുടെ പ്രകൃതിദത്ത ശത്രുക്കൾ എന്നാണ് വിളിക്കുന്നത്. കീടനിയന്ത്രണത്തിന് ഈ ജീവികളുടെ സേവനം കൃഷിയിൽ ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്താം. ഇനി എന്താണ് സംയോജിത കീടനിയന്ത്രണ മാർഗം എന്ന് പറയുന്നത്? എന്താണ് സംയോജിത കീടനിയന്ത്രണ മാർഗം? മുഴുവൻ കീടങ്ങളെയും കൊന്നൊടുക്കുവാൻ ശ്രമിക്കുക എന്നതിന് പകരം
കീടങ്ങളുടെ പെരുകൽ തടയുകയും വിളനഷ്ടം ഉണ്ടാകാത്ത അവസ്ഥയിലേക്ക് കീടങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് സംയോജിത കീടനിയന്ത്രണ രീതിയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംയോജിത കീടനിയന്ത്രണ മാർഗം എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ഈ കീടങ്ങളെ കൊന്നൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണല്ലോ വീണ്ടും ഈ ചാവാത്ത കുറേ കീടങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ വീണ്ടും രാസവള പ്രയോഗം കൂട്ടേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതല്ലാണ്ട് എന്ത് ചെയ്യാനാണ് പറയുന്നത്? ഈ പെരുകൽ തടയുക അല്ലേ, ഈ പെരുകൽ തടയാനും അതുപോലെ തന്നെ വിളനഷ്ടം ഉണ്ടാകാത്ത അവസ്ഥയിലേക്ക് കീടങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഈ സംയോജിത കീടനിയന്ത്രണ മാർഗത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. രാസകീടനാശിനി പ്രയോഗം പരമാവധി കുറിച്ച് ജൈവ കീടനാശിനികൾ, മിത്രകീടങ്ങൾ, യാന്ത്രിക കീടനിയന്ത്രണം തുടങ്ങിയ നിയന്ത്രണ മാർഗങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുക വഴി ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെ കീടനിയന്ത്രണം സാധ്യമാക്കുന്ന രീതിയാണിത്. എന്താണ് പറയുന്നത്? രാസകീടനാശിനി പ്രയോഗം പരമാവധി കുറച്ചിട്ട് ഈ ജൈവ കീടനാശിനികളും മിത്രകീടങ്ങളും യാന്ത്രിക കീടനിയന്ത്രണമൊക്കെ ഉപയോഗിച്ചിട്ട് ആവശ്യാനുസരണം തിരഞ്ഞെടുത്തിട്ട് ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഈ ആവാസ വ്യവസ്ഥയ്ക്കൊന്നും കേടുവരാത്ത രീതിയിലാക്കുക എന്നതും കൂടി ഇതിൻ്റെ ലക്ഷ്യമാണ്. അതായത് രാസകീടനാശിനികളൊക്കെ ഒരുമാതിരി ഒഴിവാക്കുക അല്ലേ, ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുന്നതൊക്കെ ഈ സംയോജിത കീടനിയന്ത്രണ മാർഗത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഒരു ആധുനിക സാങ്കേതിക വിദ്യയും കീടങ്ങളെന്ന് പറയുന്ന ഒരു ഭാഗം നൽകിയിട്ടുണ്ട്. രാസകീടനാശിനി നിർമ്മാണം വൻ വ്യവസായമായി വളർന്നതോടെ ഇതര കീടനിയന്ത്രണ മാർഗങ്ങളിലെ ഗവേഷണങ്ങൾ വേണ്ടത്ര പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് കീടങ്ങളെ അകറ്റാമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും സാധാരണ കർഷകരിലേക്ക് ഇത്തരം സാങ്കേതിക വിദ്യകൾ എത്തിപ്പെടുന്നില്ല. വികിരണങ്ങൾ ഉപയോഗിച്ച് ആൺകീടങ്ങളുടെ പ്രജനനശേഷി നഷ്ടപ്പെടുത്തി കീടങ്ങൾ പെരുകുന്നത് നിയന്ത്രിക്കുന്നതും മറ്റൊരു സാധ്യതയാണ്. അപ്പോൾ എന്താണ്? അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിച്ചും ജീവികളെ നശിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രജനനം തടയുന്നതിനായിട്ട് ആൺകീടങ്ങളുടെ പ്രജനനശേഷി നഷ്ടപ്പെടുത്തിയിട്ടും നമുക്ക് എന്ത് ചെയ്യാം? ഈ കീടങ്ങളെയൊക്കെ നിയന്ത്രിക്കാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫിറമോൺ കെണി പോലുള്ള സംവിധാനങ്ങൾ ഇന്ന് കൂടുതൽ വ്യാപകമാകുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കർഷകരിലേക്ക് എത്തുന്നില്ല അല്ലെ, ഇതിനെക്കുറിച്ച് നോളേജ് ഇല്ല. ജീവികൾ പുറത്തുവിടുന്ന ഫിറമോൺ കണികളുടെ സമാന രാസഘടനയുള്ള കൃത്രിമ വസ്തുക്കൾ ഉപയോഗിച്ച് കീടങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കുന്ന രീതിയാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. അപ്പോൾ ഫിറമോൺ എന്ന് പറയുന്നത് ജീവികൾ പുറത്തുവിടുന്ന രാസ ഹോർമോൺസ് ആണ് നമുക്കറിയാം. അപ്പോൾ ഈ ഫിറമോൺ എന്ന് പറയുന്നത് കൃത്രിമമായിട്ട് ഉപയോഗിച്ചിട്ട് കീടങ്ങളെ നശിപ്പിക്കാവുന്ന ഒരു രീതിയാണ് പറയുന്നത്. ഫിറമോൺ കണികൾ കാറ്റും ചൂടുമേറ്റ് ബാഷ്പീകരിക്കപ്പെടുന്നതും വെള്ളത്തിൽ ലയിച്ചു ചേരുന്നതും ഇതിൻ്റെ പോരായ്മയാണ്. എന്നാൽ രാസഭൗതിക മാറ്റങ്ങൾക്ക് വിധേയമല്ലാത്ത ഫിറമോൺ കണികൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിന്ന് തയ്യാറാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഫിറമോൺ കണിയൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ശാസ്ത്രം പക്ഷേ ഇതിനായിട്ട് ശ്രമിച്ചിട്ടില്ല എന്നും പറയാം. അതുപോലെ തന്നെ ഇത് ഇങ്ങനത്തെ നോളജസ് ഒന്നും കർഷകരിലേക്ക് എത്തിയിട്ടില്ല എന്നും നമുക്ക് പറയാം. ഓക്കെ, കൃഷി ആദായകരമല്ലാതാകുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് മുതൽ മുടക്കാണ്. കൂടിയ മുതൽ മുടക്കാണ്. വിത്തിനും വളത്തിനും കീടനാശിനിക്കും വേണ്ടി വൻ തുക മുടക്കേണ്ടി വരുന്നത് കർഷകന് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു. അപ്പോൾ എന്താണ്? മുതൽ മുടക്ക് കൂടുതലായിട്ട് വരാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് സംഭവിക്കും? അതിനനുസരിച്ചുള്ള ലാഭം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സാമ്പത്തിക ബാധ്യത ഉണ്ടാകും അല്ലേ. അപ്പോൾ അതും ഇതിൻ്റെ ഒരു കാരണമാണ് കൃഷി കുറയുന്നതിന്. മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി കുറഞ്ഞു വരികയും അതിജീവനശേഷിയുള്ള കീടങ്ങൾ പെരുകുകയും ചെയ്യുമ്പോൾ കൂടുതൽ വളവും കീടനാശിനികളും ഉപയോഗിക്കേണ്ടി വരുന്നു. അതായത് അതിജീവനശേഷിയുള്ള കീടങ്ങളൊക്കെ കൂടുകയാണെങ്കിൽ കൂടുതൽ വളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കേണ്ടി വരും. വളത്തിൻ്റെയും രാസകീടനാശിനിയുടെയും അമിത ഉപയോഗം താൽക്കാലിക ലാഭം നൽകുമെങ്കിലും ക്രമേണ കൃഷിയിടം മൃതഭൂമിയായിട്ട് മാറും. നല്ല സൂക്ഷ്മാണുക്കളൊക്കെ നശിക്കപ്പെടാനല്ലേ ചെയ്യുന്നത്. ഈ സാഹചര്യത്തിലാണ് സുസ്ഥിര കൃഷി എന്ന ആശയം പ്രസ്തുതമാക്കുന്നത്. വളവും കീടനാശിനികളും ഉൾപ്പെടെ പുറമേ നിന്നുള്ള വസ്തുക്കളുടെ ഉപയോഗം കുറച്ച് സംയോജിത കൃഷിയിലൂടെ ഒന്നിൻ്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമായി നൽകുന്ന രീതിയാണ് അവിടെ പ്രയോഗിക്കുന്നത്. സംയോജിത കൃഷി എന്ന് വെച്ചാൽ എന്താണ്? ഒന്നിൻ്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമായി നൽകുന്ന ഒരു രീതി ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഈ രീതി പിന്തുടരുന്ന കൃഷിയിടത്തിൽ വൈവിധ്യമാർന്ന വിളകൾ ഉണ്ടാവും. ഒന്നും മാലിന്യമായിട്ട് അവശേഷിക്കുകയില്ല. ഭക്ഷ്യവിളകൾക്ക് മുൻതൂക്കം നൽകുന്നതിലൂടെ വിപണി ആശ്രയത്വം കുറയ്ക്കുവാനും ഈ മേഖലയിലെ വിലക്കയറ്റത്തിൽ നിന്ന് രക്ഷ നേടുവാനും കഴിയും. അങ്ങനെ നാടൻ ഇനങ്ങൾ വളർത്തുന്നതിലൂടെ ജൈവ വൈവിധ്യ സംരക്ഷണവും സാധ്യമാക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് എന്താണ് സംയോജിത കൃഷി എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. മാറുന്ന കാഴ്ചപ്പാടുകൾ. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയ്ക്ക് അനുസൃതമായി കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ വൻതോതിൽ പ്രചരിക്കപ്പെട്ടത്. അപ്പോൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ വന്ന് നമുക്കറിയാം അല്ലേ, സങ്കരീന മത്തുകൾ വന്ന് നട്ടിട്ട് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇതോടൊപ്പം വളങ്ങളുടെയും രാസകീടനാശിനികളൊക്കെ ഉപയോഗം വ്യാപകമായിട്ടാണ്. വിത്തും വളവുമെല്ലാം പുറമേ നിന്ന് കൃഷിയിടത്തിലേക്ക് വരുന്നതാക്കിയാൽ ഈ രീതിയെ HEIA എന്നിവിടാണ് വിളിക്കുന്നത്. ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ വിത്തും വളവെല്ലാം എവിടെ
നിന്നാണ് ലഭിക്കുന്നത്? പുറമേ നിന്ന് കൃഷിയിലേക്ക് വരുന്നത്. കാരണം ഹെയ എന്നൊക്കെ പറയാം. ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണ് വരുന്നത്. എന്നാൽ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും പ്രതികൂലമായി ബാധിക്കുന്നതിനെയും വർദ്ധിച്ച ചെലവിൻ്റെയും പേരിൽ ഈ കൃഷി വിമർശിക്കപ്പെട്ടു. പക്ഷെ എന്താണ്, ഇത് ആരോഗ്യത്തെ നന്നായിട്ട് ബാധിക്കുന്നതിന് അതുപോലെ തന്നെ ചെലവും കൂടുതലാണ്. അങ്ങനെ എന്ത് സംഭവിച്ചു? പുറമേ നിന്നുള്ള വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ടുള്ള കൃഷി സുസ്ഥിരമാകൂ എന്ന കാഴ്ചപ്പാടിലൂന്നിയാണ് ലെയ്സ എന്ന് പറയുന്ന ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന രീതിക്ക് വ്യാപകമായ അംഗീകാരം ലഭിച്ചത്. അപ്പോൾ ഹെയ എന്ന് പറയുന്ന സംഭവം വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിന് ചിലവ് കൂടുതലാണ്, അതുപോലെ തന്നെ എന്താണ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ എന്ത് ഇറക്കി? ലെയ്സ എന്ന് പറയുന്നത്, അതായത് ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു രീതി കൊണ്ടുവരാണ്. അതായത് പരമാവധി എന്താണ് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന രാസ കീടനാശിനികളൊക്കെ പരമാവധി കുറയ്ക്കുക എന്നതാണ് ഇതിന് ലക്ഷ്യമായിരുന്നത്. അടിയന്തര ഘട്ടത്തിൽ മാത്രം വളങ്ങളും കീടനാശിനികളും നിയന്ത്രിതമായ അളവിൽ ഉപയോഗപ്പെടുത്തുന്ന ഈ രീതിയുടെ അടുത്ത ഘട്ടമായിട്ട് ലക്ഷ്യമാക്കുന്നത് ഒന്നിൻ്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമാകുന്ന സ്വയം പര്യാപ്തമായ പുറമേ നിന്ന് ഒന്നും പ്രയോഗിക്കേണ്ടതില്ലാത്ത നെയ്സ എന്ന സാധ്യതയാണ്. അപ്പോൾ ഹെയ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പുറത്തുനിന്ന് ഉപയോഗിക്കുകയാണ് അല്ലേ, വളങ്ങളും കീടനാശിനികളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുകയാണ്. ലെയ്സ എന്ന് വെച്ചാൽ എന്തായിരുന്നു? പരമാവധി കുറച്ചിട്ട് ഉപയോഗിക്കുകയാണ്. എന്നാൽ നെക്സ്റ്റിന് ഒരു എണ്ണത്തിൻ്റെ അവശിഷ്ടം മറ്റൊന്നിന് സാധ്യമാകുന്ന തരത്തിലുള്ള എന്താണ് നെയ്സ എന്ന് പറയുന്ന ഒരു രീതിയും ഇപ്പോൾ നോക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നെയ്സ എന്ന് വെച്ചാൽ എന്താണ്? പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ടതായിട്ട് വരാത്ത ഒരു രീതിയും നോക്കുന്നുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ, മാലിന്യ സംസ്കരണവും സുസ്ഥിര കൃഷിയും. ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലൊന്നാണ് ഈ ജൈവ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് അതിനെ എന്താക്കി മാറ്റാം? വളങ്ങളാക്കി മാറ്റാമെന്നാണ് പറയുന്നത്. കമ്പോസ്റ്റ് നിർമ്മാണം, ബയോഗ്യാസ് ഉൽപ്പാദനം, കാലിത്തീറ്റ നിർമ്മാണം, കോഴിത്തീറ്റ നിർമ്മാണം, മത്സ്യത്തീറ്റ നിർമ്മാണം എന്നിങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനൊക്കെ നമുക്ക് വീണ്ടും വളങ്ങളായിട്ട് ഉപയോഗിക്കാം എന്നാണ് അല്ലേ. കമ്പോസ്റ്റ് നിർമ്മാണം, ബയോഗ്യാസ് ഉൽപ്പാദനം, കാലിത്തീറ്റ നിർമ്മാണം, കോഴിത്തീറ്റ നിർമ്മാണം, മത്സ്യത്തീറ്റ നിർമ്മാണം എന്നിങ്ങനെയൊക്കെ. ഇനി വിളയിക്കാം വൈവിധ്യങ്ങൾ. ശാസ്ത്രീയമായ സമീപനത്തിലൂടെ മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാക്കുവാൻ കഴിയുന്ന വിവിധ കൃഷി മേഖലകളുണ്ട്. നമുക്ക് ഈ കന്നുകാലികളെ, പ്രധാനപ്പെട്ട കന്നുകാലികൾ ഏതൊക്കെ കൾച്ചേഴ്സ് ആണെന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. കന്നുകാലികളുടെ പാലിനും മാംസത്തിനും വേണ്ടി കാർഷിക ആവശ്യങ്ങൾക്കും വേണ്ടി പരിപാലിക്കുന്ന ഇതിനെയാണ് നമ്മൾ പറയുന്നത് കന്നുകാലി പരിപാലനം എന്ന് പറയുന്നത് അല്ലേ. കന്നുകാലി പരിപാലനം വെച്ചതാണ് കന്നുകാലികളെ പാലിനും മാംസത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും വേണ്ടി പരിപാലിക്കണം. പ്രധാന കന്നുകാലി ഇനങ്ങൾ ഏതൊക്കെയാണ്? പശുവിനെ ആണെങ്കിൽ ജേഴ്സി, ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ, വെച്ചൂർ. പശുവിന് ഏതൊക്കെയാണ്? ജേഴ്സി, ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ, വെച്ചൂർ. എരുമയുടെ മുറ, നീലി രവി, ബദാവരി. ആടോ? തലശ്ശേരി, ജമുനാപാരി, ബോയർ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പശുവിൻ്റെ ജേഴ്സി, ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ, വെച്ചൂർ. എരുമയുടെ മുറ, നീലി രവി, ബദാവരി. ആട് തലശ്ശേരി, ജമുനാപാരി, പ്യാരി എന്താണ്? ബോയർ. ഓക്കെ, ഇനി പക്ഷി പരിപാലനം വെച്ചെന്താണ്? മുട്ടയ്ക്ക് മാംസത്തിന് വേണ്ടി പക്ഷികളെ വളർത്തുന്നതിനെയാണ് പക്ഷി പരിപാലനം എന്ന് പറയുന്നത്. കോഴിനങ്ങൾ ഏതൊക്കെയാണ്? അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലെഗോൺ. താറാവിനങ്ങളോ? മസ്കവി, ചാര, ചെമ്പല്. കാടിനങ്ങളോ? ജപ്പാനീസ് ബോംബ് വൈറ്റ്. കോഴിനങ്ങൾ അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലെഗോൺ. താറാവിനങ്ങൾ മസ്കവി, ചാര, ചെമ്മലി. കാടിനങ്ങൾ ജപ്പാനീസ് ബോംബ് വൈറ്റ്. ഓക്കെ, ഇനി എന്താണ് സെറികൾച്ചർ എന്ന് പറയുന്നത്? സെറികൾച്ചർ ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. സെറികൾച്ചർ എന്താണ്? സ്വാഭാവിക പട്ടിൻ്റെ നിർമ്മാണത്തിനായിട്ട് പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതിനെയാണ് സെറികൾച്ചർ എന്ന് പറയുന്നത്. പട്ടുനൂൽ ശലഭ ലാർവയുടെ പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ് പട്ടുനൂൽ ഉണ്ടാകുന്നത്. പട്ടുനൂൽ ശലഭ ലാർവയുടെ പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ് പട്ടുനൂൽ ഉണ്ടാകുന്നത്. മൾബറി പട്ടുനൂൽപ്പുഴു, ടസർ പട്ടുനൂൽപ്പുഴു, മുഖ പട്ടുനൂൽപ്പുഴു എന്നിവയൊക്കെ ഇതിൻ്റെ മുഖ്യ ഇനങ്ങളാണ്. അപ്പോൾ പട്ടുനൂൽപ്പുഴു വളർത്തുന്നതിനാണെന്ന് പറയുന്നത് സെറികൾച്ചർ എന്ന് പറയുന്നത്. പട്ടുനൂൽ ശലഭ ലാർവയുടെ പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ് ഈ പട്ടുനൂൽ ഉണ്ടാകുന്നത്. ഇനി എന്താണ് പിസികൾച്ചർ എന്ന് വെച്ചാൽ? മത്സ്യമാണ് അല്ലേ. പ്രകൃതിദത്ത ജലാശയങ്ങളിലും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്നതിനെയാണ് പിസികൾച്ചർ എന്ന് പറയുന്നത്. ഭക്ഷ്യ ആവശ്യത്തിനായിട്ട് കരിമീൻ, രോഹു, കട്ല എന്നിവയെയും അലങ്കാര മത്സ്യങ്ങളായി ഗോൾഡ് ഫിഷ്, ഗപ്പി മുതലായവയെയും വളർത്തുന്നു. എന്താണ്? മത്സ്യം വളർത്തുന്നതിനെയാണ് പിസികൾച്ചർ എന്ന് പറയുന്നത്. പ്രകൃതിദത്ത ജലാശയങ്ങളിലും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്നതിനെയാണ് പിസികൾച്ചർ എന്ന് പറയുന്നത്. ഭക്ഷ്യ ആവശ്യത്തിനായിട്ട് കരിമീൻ, രോഹു, കട്ല എന്നിവയെയും അലങ്കാര മത്സ്യങ്ങളായിട്ട് ഗോൾഡ് ഫിഷ്, കപ്പി മുതലായവയെയും വളർത്തുന്നുണ്ട്. ഇത്തരത്തിൽ വളർത്താവുന്ന മുഖ്യ ചെമ്മീൻ ഇനങ്ങൾ ഏതൊക്കെയാണ്? നാരൻ, കാരൻ എന്നൊക്കെ പറയുന്ന എന്താണ്? ചെമ്മീൻ ഇനങ്ങളാണ്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ഫ്ലോറികൾച്ചർ എന്താണെന്നാണ് പറയുന്നത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന കൃഷി രീതിയാണ് എന്ന് പറയുന്നത് ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. മുല്ല, ചെണ്ടുമല്ലി, ജമന്തി, റോസ്, ഓർക്കിഡ്, ആന്തോറിയം എന്നീ വിപണന സാധ്യതയുള്ള പൂക്കളാണ്. അപ്പോൾ ഫ്ലവർ ഫ്ലോറികൾച്ചർ ആണെന്ന് പഠിച്ചു വയ്ക്കാം. ഇനി എപ്പികൾച്ചർ എന്ന് വെച്ചാൽ എന്താണ്? ശാസ്ത്രീയമായ തേനീച്ച വളർത്തുന്നതിനെയാണ് എപ്പികൾച്ചർ എന്ന് പറയുന്നത്. ഔഷധ ഗുണവും പോഷക മൂല്യവുമുള്ള ഒരു ഉൽപ്പന്നമാണ് തേന്. കോലൻ,
മെല്ലിഫറ, ന്യൂഡിയൻ എന്നീ ഇനങ്ങളിൽപ്പെട്ട തേനീച്ചകളാണ് സാധാരണയായിട്ട് വളർത്തുന്നത്. അപ്പോൾ എപ്പി കൾച്ചർ എന്ന് വെച്ചാൽ ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്നതിനെയാണ് പറയുന്നത്. നെക്സ്റ്റ് ക്യൂണി കൾച്ചർ. ക്യൂണി കൾച്ചർ എന്താണ്? മുയൽ വളർത്തലാണ്. എപ്പോഴും തെറ്റിക്കാവുന്ന ഒരു ഭാഗം ഉണ്ടോ? ക്യൂണി എന്ന് വെച്ചാൽ കൂണാന്ന് വിചാരിക്കരുത്. ക്യൂണി എന്ന് വെച്ചാൽ എന്താണ്? മുയൽ വളർത്തുന്നതാണ്. ശാസ്ത്രീയമായി മുയലുകളെ വളർത്തുന്നതിനെയാണ് ക്യൂണി കൾച്ചർ എന്ന് പറയുന്നത്. മാംസത്തിനും അലങ്കാരത്തിനുമായിട്ട് ഗ്രേ ജയന്റ്, വൈറ്റ് ജയന്റ് എന്നീ ഇനങ്ങളെ വളർത്തുന്നു. അങ്കോറിയ രോമത്തിനായിട്ടും വളർത്തുന്നുണ്ട്. ഇനി മഷ്റൂം കൾച്ചർ എന്ന് വെച്ചാൽ എന്താണ്? ശാസ്ത്രീയമായ കൂൺ വളർത്തലാണ്. പോഷകമൂല്യമുള്ളതും സ്വാദിഷ്ടവുമായ ഒരു ഭക്ഷ്യവിഭവമാണ് കൂണ്. പാൽക്കൂണ്, ചിപ്പിക്കൂണ് എന്നിവയ്ക്ക് എന്താണ്? സാധാരണ കൃഷി ചെയ്യപ്പെടുന്ന കൂണുകളാണ്. ഇനി ഹോർട്ടികൾച്ചർ. ഹോർട്ടികൾച്ചർ എന്ന് വെച്ചാൽ എന്താണ്? പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. നാടൻ പഴങ്ങൾ കൂടാതെ ലിച്ചി, റംബൂട്ടാൻ, ഡൂറിയാൻ തുടങ്ങിയ അന്യദേശ പ്രദേശങ്ങളും നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോർട്ടികൾച്ചർ എന്ന് വെച്ചാൽ പഴം, പച്ചക്കറി എന്നിവ കൃഷിയാണ് പറയുന്നത്. ഓക്കെ. ഇനി ഔഷധ സസ്യകൃഷി എന്ന് വെച്ചാൽ എന്താണ്? ഭാരതീയ ചികിത്സാ രീതിയായ ആയുർവേദം പൂർണ്ണമായും ഔഷധ സസ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ആയുർവേദത്തിൻ്റെ പ്രചാരം വർദ്ധിച്ചതും സ്വാഭാവിക ആവാസങ്ങൾ നശോന്മുഖമായതും ഔഷധ സസ്യകൃഷിയുടെ പ്രാധാന്യം ഉയർത്തിയിട്ടുണ്ട്. തുളസി, കറ്റാർവാഴ, വേപ്പ്, ആടലോടകം, കുറുന്തോട്ടി, കൂവളം, രാമച്ചം, കൊടുവേലി എന്നിവയ്ക്ക് എന്താണ്? പ്രധാന ഔഷധ സസ്യങ്ങളാണ്. ഇനി നമുക്ക് ഓരോ മേഖലകൾ നൽകിയിട്ടുണ്ട് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. മേഖലകൾ എന്താണ്? മത്സ്യകൃഷി, മത്സ്യം വളർത്തലാണ്. മത്സ്യത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് മത്സ്യകൃഷിയാണ്. അതുപോലെ തന്നെ കരിമീൻ, രോഹമൊക്കെ അതിൻ്റെ ഇനങ്ങളാണ്. അതുപോലെ തന്നെ എന്താണ്? എപ്പി കൾച്ചർ നൽകിയിട്ടുണ്ട് അല്ലേ? തേൻ, മെഴുകൊക്കെ ലഭിക്കും. ഞാൻ തേനീച്ച വളർത്തുന്നതാണ് പറയുന്നത്. പിന്നെ എന്താണ്? മഷ്റൂം കൾച്ചർ എന്ന് വെച്ചാൽ എന്താണ്? മഷ്റൂം കിട്ടുന്നില്ലേ? ചിപ്പിക്കൂണൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ്? കന്നുകാലി പരിപാലനം ഇതിന് വേണ്ടിയിട്ടാണ്. പാല്, മാംസമൊക്കെ ലഭിക്കുന്നതിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. കന്നുകാലി നമ്മൾ പറഞ്ഞില്ലേ? പശു, ജേഴ്സിയാണ്. അതുപോലെ തന്നെ ആട്, ജമുന പാര്, അതുപോലെ തന്നെ പല വെറൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ്? നമ്മൾ മുയൽ വളർത്തലിന് എന്താ പറയുക? ക്യൂണി കൾച്ചറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ക്യൂണി കൾച്ചറാണ് മുയൽ വളർത്തൽ എന്ന് പറയുന്നത്. രോമത്തിനായിട്ട് അങ്കോറിയെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ്? പട്ടുനൂൽ പൊഴി വളർത്തുന്നത് സെറി കൾച്ചർ എന്ന് പറഞ്ഞു അല്ലേ? സെറി കൾച്ചർ എന്ന് പറഞ്ഞു. പലതരത്തിലെ പട്ടുനൂൽ പുഴു എന്നൊക്കെ പറയുന്ന പല തരത്തിലുള്ള പട്ടുനൂൽ പുഴു ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പക്ഷി പരിപാലനം എന്തിനാണ്? മുട്ടയ്ക്ക് വേണ്ടി പക്ഷിയെ നോക്കുന്നുണ്ടെന്നും നമ്മൾ പറഞ്ഞു. ക്ലിയർ ആയല്ലോ? കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് കാലാവസ്ഥാ മാറ്റം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രവചനാതീതമാകുന്ന കാലാവസ്ഥ പരമ്പരാഗത കൃഷിരീതികളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഇത് മറികടക്കാൻ ഉതകുന്ന ആധുനിക കൃഷിരീതികൾ ഇന്ന് പ്രചാരം നേടുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആധുനിക കൃഷിരീതികൾ എന്നാണ് പറയുന്നത്? ഇമ്പോർട്ടൻ്റ് ആണോ? പോളി ഹൗസ് ഫാമിംഗ് ആണ് ഒന്നാമത്. പോളിത്തീൻ പോലെയുള്ള സുതാര്യമായ ഷീറ്റ് കൊണ്ട് കൃഷിസ്ഥലം പൂർണ്ണമായോ ഭാഗികമായോ മറച്ചു നിർമ്മിക്കുന്ന പ്രത്യേക സംവിധാനത്തെയാണ് പോളി ഹൗസ് എന്ന് പറയുന്നത്. പോളിത്തീൻ നോക്കി ഈ പിക്ചറിൽ നൽകിയിട്ടുണ്ടല്ലേ? പോളിത്തീൻ കൊണ്ട് മറച്ചു വെച്ചിട്ട് കൃഷി ചെയ്യുന്ന രീതിയാണിതെന്ന് പറയുന്നത്. പോളി ഹൗസിലെ താപനിലയും ഈർപ്പവും സുസ്ഥിരമായിട്ട് ക്രമീകരിക്കപ്പെടുന്നതിനാൽ സസ്യവളർച്ച വേഗത്തിലാകും. അപ്പോൾ എന്തെങ്കിലും കാലാവസ്ഥ വ്യത്യാസം ഉണ്ടാകുന്നുണ്ടെങ്കിലും പ്രശ്നം വരുന്നില്ല. കാരണം എന്താണ്? മിതമായിട്ടുള്ള താപനിലയും ഈർപ്പവും ഒക്കെ ഇങ്ങനെ അതിലുണ്ടായിരിക്കും. ക്രമീകരിക്കപ്പെടുന്നതിനാൽ സസ്യവളർച്ച സംഭവിക്കും വേഗത്തിലാകും. വെള്ളത്തിൽ പോഷകങ്ങൾ ലയിപ്പിച്ച് തുള്ളി നനയിലൂടെയാണ് നൽകുന്നത്. വെള്ളത്തിൽ പോഷകങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? അത് ലയിപ്പിക്കുകയാണ്. വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അത് തുള്ളി നനയിലൂടെയാണ് നൽകുന്നത്. പോളി ഹൗസുകളുടെ വശങ്ങൾ വല ഉപയോഗിച്ച് മറയ്ക്കുന്നതിനാൽ കീടങ്ങളുടെ ആക്രമണവും കുറയ്ക്കുവാനായിട്ട് സാധിക്കും. തുടക്കത്തിൽ ചിലവേറുമെങ്കിലും സാധാരണ കൃഷിയിടത്തിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ അനേകം മടങ്ങ് അധികം വിളവ് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതാണ് പോളി ഹൗസ് ഫാമിംഗ്. പോളിത്തീൻ കൊണ്ട് ഷീറ്റ് കൊണ്ട് മറച്ചിട്ട് കൃഷി ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നെറ്റ് സൈഡിലൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നെറ്റിലാണെങ്കിൽ കീടങ്ങളിൽ നിന്നും വിമുക്തി നേടാം. അതുപോലെ തന്നെ ഇതിനുള്ളിൽ എന്ത് ചെയ്യാം? പ്രത്യേകമായിട്ടുള്ള മിതമായിട്ടുള്ള താപനിലയും അതുപോലെ തന്നെ ഈർപ്പമൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? പ്രിസിഷൻ ഫാമിംഗ് എന്ന് വെച്ചാൽ എന്താണ്? കൃഷിയിടത്തിലെ ഇതെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രിസിഷൻ ഫാമിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. കൃഷിയിടത്തിലെ മണ്ണിൻ്റെ സ്വഭാവം, മണ്ണിലെ മൂലകങ്ങളുടെ അളവ്, മണ്ണിൻ്റെ pH, ജലസാന്നിധ്യം എന്നിവ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കൃത്യമായിട്ട് പഠിക്കുകയും അനുയോജ്യമായ വിള കൃഷിക്കായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. അതായത് മണ്ണിൻ്റെ സ്വഭാവം, മണ്ണിലെ മൂലകങ്ങളുടെ അളവ്, മണ്ണിൻ്റെ pH, ജലസാന്നിധ്യം എന്നിവയൊക്കെ ഉപയോഗിച്ചിട്ടില്ലേ കൃത്യമായി പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിള കൃഷി ചെയ്യുന്ന രീതിയാണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മണ്ണിനെ പൊതിയുക വഴി ജലസേചനം പരിമിതപ്പെടുത്തുവാനും കളകളെ ഫലപ്രദമായി നിയന്ത്രിക്കുവാനും കഴിയുന്നത് ഇതിൻ്റെ മേന്മയാണ്. അപ്പോൾ എന്താണ്? പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് തന്നെയാണ് മറച്ചു വെക്കുന്നത്. പക്ഷേ എന്താണ്? പ്രിസിഷൻ, അതായത് കറക്റ്റായിട്ട് കൃത്യത്തോട് കൂടിയില്ലേ കറക്റ്റായിട്ട് മണ്ണിൻ്റെ സ്വഭാവം, മണ്ണിലെ മൂലകങ്ങളുടെ അളവ്, എന്താണ് വേണ്ടത് വേണ്ടാത്തത് എന്നൊക്കെ നോക്കിയിട്ട് ചെയ്യുന്ന കൃഷിയാണെന്ന് പറയുന്നത് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. ഇനി മണ്ണില്ലാതെയും കൃഷി ചെയ്യാമെന്ന് പറയുന്നുണ്ട് അല്ലേ? മണ്ണില്ലാതെയും കൃഷി ചെയ്യാം. ഏതൊക്കെയാണ് ഇത്? ഇമ്പോർട്ടൻ്റ് ആണോ? പഠിച്ചു വയ്ക്കണം. ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണോ?
മണ്ണില്ലാതെ ചെടികൾ വളർത്താനാകുമോ എന്ന് ചോദിക്കുന്നത് നമുക്ക് നോക്കാം. അങ്ങനെയെങ്കിൽ കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന കാലാവസ്ഥാ മാറ്റം, മണ്ണിൻ്റെ ഘടനാ വ്യത്യാസം, ജലസേചന സൗകര്യമില്ലായ്മ തുടങ്ങിയ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൂടെ? കൃഷിരീതി എന്ന നിലയിൽ വ്യാപിക്കുന്നതിന് പരിമിതികൾ ഏറെയുണ്ടെങ്കിലും മണ്ണില്ലാതെയും കൃഷി സാധ്യമാകുമെന്ന് പറയുന്നുണ്ട്. ഇതിന് ഉദാഹരണമാണ് ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും. ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ചെടികളെ പോഷകലായനിയിൽ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഹൈഡ്രോ എന്ന് വെച്ചാൽ എന്താണ്? പോഷകലായനിൽ, വെള്ളത്തിലാണ് ചെടികളെ പോഷകലായനിൽ വളർത്തുന്നതിനെയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകങ്ങൾ വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്യുന്ന രീതിയാണ് എയറോപോണിക്സ് എന്ന് പറയുന്നത്. വായു, എയർ എന്ന് പറയുമ്പോൾ അത് തന്നെ കണക്ട് ചെയ്യുക അല്ലേ. അതായത് വായുവിലേക്ക് നമുക്ക് നേപിച്ച് നൽകിയിട്ടുണ്ടല്ലോ, വായുവിലേക്ക് വളർന്ന രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സസ്യങ്ങളെ വളർത്തുന്നത് അല്ലേ. അങ്ങനെ സസ്യങ്ങളെ വളർത്തിയിട്ട് ഇതുപോലെ തന്നെ പോഷകലായനിയിൽ വെച്ചിട്ട് നമുക്ക് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹൈഡ്രോപോണിക്സ് നമ്മൾ പറഞ്ഞു, പോഷകലായനിയിൽ നിന്നും പോഷകലായനിയിൽ മുക്കി വെച്ചതിന് ശേഷം എന്ത് ചെയ്യാണ്? അവിടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലേ. ചെടികളെ പോഷകലായനിയിൽ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞത്. വേരുകൾ വായുവിലേക്ക് വളർത്തുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകങ്ങൾ വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് എയറോപോണിക്സ് എന്ന് പറയുന്നത്. കാലാവസ്ഥ വ്യതിയാനം മൂലമുള്ള വിളനഷ്ടം കുറയ്ക്കുവാൻ ആധുനിക കൃഷിരീതികൾ സഹായമാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, പോളി ഹൗസ് ഫാമിംഗ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് താപനിലയൊക്കെ അതിൽ തന്നെ നിലനിർത്തുന്നതിനായിട്ട് പറ്റും. അതുപോലെ തന്നെ മണ്ണിലാദ്യം കൃഷി ചെയ്യാനായിട്ട് പറ്റുമെന്നൊക്കെ പറഞ്ഞു. പ്രിസിഷൻ ഫാമിങ്ങിൻ്റെ മേന്മകൾ എന്തെല്ലാമാണ്? നമ്മൾ പറഞ്ഞില്ലേ, കറക്റ്റ് മണ്ണിൻ്റെ എന്താണ് വേണ്ടത് എന്താണ് വേണ്ടാത്തതെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷിയാണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. മണ്ണിനെ ആശ്രയിക്കാതെ കൃഷി സാധ്യമാകുമെന്ന് പറഞ്ഞില്ലേ, എയറോപോണിക്സും ഹൈഡ്രോപോണിക്സും വഴി. ഉൽപാദന വർധന ഉറപ്പുവരുത്തുന്നതിനായിട്ട് സങ്കരീനങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതാണ് ആധുനിക കൃഷിരീതികൾ എന്ന് പറയുന്നത്. ആധുനിക കൃഷിരീതികൾക്ക് പല പരിമിതികളുണ്ടെന്നും പരമ്പരാഗത കൃഷിയിലേക്ക് മടങ്ങാവുന്നതാണ്, പ്രകൃതിക്കും മനുഷ്യനും ഗുണകരമാണെന്നൊക്കെ വാദങ്ങളും ഇന്നും നിലവിലുണ്ട്. പരമ്പരാഗത കൃഷിയിൽ ഉപയോഗിച്ചിരുന്നതാണ് നാടൻ ഇനങ്ങളാണ് എന്ന് നമുക്കറിയാം. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് മാവ്, മൂവാണ്ടൻ, കിളിച്ചുണ്ടൻ, വാഴ, ഞാലിപ്പൂവൻ, പാളയംകോടൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ. പശുവിനെ വെച്ചൂർ പശു, കാസർഗോഡ് കുള്ളൻ, ആടാണെന്നുണ്ടെങ്കിൽ മലബാറി, അട്ടപ്പാടി ബ്ലോക്കൊക്കെയാണ്. അതുപോലെ തന്നെ താങ്ങുന്ന കൂട്ടായ്മകൾ എന്ന് പറഞ്ഞിട്ട് നൽകിയിട്ടുണ്ട് കേട്ടോ. ഉൽപ്പന്നങ്ങളും ഇടനിലക്കാരെയും കുറിച്ചാണ് പറയുന്നത് ഇവിടെ. നമുക്കറിയാമല്ലേ, കുറേ കർഷക സംഘങ്ങളുണ്ട്. കുരുമുളക്, നാളികേരം, മടക്ക, നെല്ലിക്ക, പച്ചക്കറികളൊക്കെ ഇങ്ങനെ വിപണികളിൽ ലഭ്യമാക്കുന്ന കുറച്ച് കൂട്ടായ്മകളൊക്കെ നമുക്കുണ്ടെന്ന് അറിയാം. അതുപോലെ തന്നെ ഇത് വിറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതുവഴി കർഷകന് എന്ത് സംഭവിക്കാം? ഉയർന്ന വില ലഭ്യത ലഭിക്കുവാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കുറഞ്ഞ പലിശയിൽ വായ്പയും ലഭിക്കും. അതുപോലെ തന്നെ ഓൺലൈനിലും ഉണ്ട്. ഓൺലൈനിൽ എന്താണ്? ജൈവ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറിയതോടെ കർഷകർക്ക് ഓൺലൈനിൽ കൂട്ടായ്മകൾ വ്യാപകമാകുന്നുണ്ട്. നമുക്ക് അതിലാവശ്യമായ ആൾക്കാരെ കണ്ടെത്തിയിട്ട് ഓൺലൈൻ വഴി നമുക്ക് എന്ത് ചെയ്യാം? സാധനങ്ങൾ വിൽക്കുകയൊക്കെ ചെയ്യാനായിട്ട് പറ്റും എന്ന് പറയുന്ന അത് പുതിയ അല്ലേ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഒരു ഇതാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് പറയുന്നത് നോക്കിയേ, സൺഡേ ഫാമിങ്, കുടുംബ കൃഷി നമ്മുടെ ഈ വീട്ടിലൊക്കെ ചെയ്യാവുന്നതാണ് അല്ലേ പലതരം കൃഷികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ തരിശു നിലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അത് നമുക്ക് അവിടെ കൃഷിഭൂമിയാക്കി മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ വിഷമില്ലാത്ത ഭക്ഷണം നമുക്ക് കഴിക്കാം, ശരീരത്തിന് വ്യായാമം ലഭിക്കും, മാനസിക ഉല്ലാസം ലഭിക്കും അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? സ്ഥലപരിമിതി നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ ആധുനിക സാങ്കേതിക മണ്ണിലാദ്യം കൃഷി ചെയ്യാമെന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥലപരിമിതി നോക്കേണ്ടതായിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ നമുക്കറിയാം അല്ലേ, ടെറസിൻ്റെ മുകളിലൊക്കെ വെച്ച് കൃഷി ചെയ്യാമെന്ന്. അതുപോലെ തന്നെ വിത്തിൻ്റെ ലഭ്യത, നമുക്ക് വിത്തുകളിൽ നമുക്ക് കൃഷിഭവനിൽ നിന്നൊക്കെ നന്നായിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പരിചരണ സംബന്ധി അറിവില്ലായ്മ, അതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് പല സംഘങ്ങളും ഇന്ന് നിലവിലുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നോക്കി മട്ടുപ്പാവ് കൃഷി, ഗ്രോ ബാഗിൽ കൃഷി, വെർട്ടിക്കൽ ഫാമിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും മറികടക്കുവാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. കാലാവസ്ഥാ മാറ്റത്തിന് പോളി ഹൗസ് ഫാമിങ്ങും ഹൈഡ്രോപോണിക്സ് ഉപയോഗിച്ചാൽ മതി. പരിസ്ഥിതി നാശവും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ശാസ്ത്രീയ വളപ്രയോഗം, സംയോജിത കീട നിയന്ത്രണം, ജൈവമാലിന്യ സംസ്കരണം ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞു അല്ലേ. ഉൽപാദന ചെലവ് മറികടക്കുവാനായിട്ടുള്ള സാധ്യത എന്താണ്? നമുക്ക് വീട്ടിൽ തന്നെ ആവശ്യാനുസരണം കൃഷി ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വിളനഷ്ടത്തിന് നമുക്ക് ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. സ്ഥലപരിമിതിയാണെങ്കിൽ നമുക്ക് മുകളിലും മറ്റുപോലെ കൃഷി ചെയ്യാം, ഗ്രോ ബാഗിൽ വെക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വിലനഷ്ടം നമുക്കറിയാം, ഇടനിലക്കാരെ നിർത്തിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? വില കൂട്ടിയിട്ട് നമുക്ക് വിൽക്കാം. അതുപോലെ തന്നെ ഓൺലൈൻ പോലെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കാം എന്നൊക്കെയാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.